ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ റോസ്മലയാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറേ ദൂരെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വലിയതാന്നി മൂട് എത്തിയിട്ടുണ്ട്. ഇവിടെ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഈ ഹോട്ടലാണ് കയറി കഴിച്ചത്. അപ്പോൾ ഇനി ഇവിടെ വന്നിട്ട് 66 കിലോമീറ്ററോടുണ്ട്, ഏകദേശം 1 മണിക്കൂറുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഫുഡ് വാങ്ങിച്ചിട്ട് കയറാമെന്നാണ് വിചാരിച്ചത്. റോസ്മല അവിടെ കൊണ്ടുവച്ച് കഴിക്കാം എന്നൊക്കെയാണ് പരിപാടി. അപ്പോൾ നേരെ ഇനിയിപ്പം റോസ്മല 1 മണിക്കൂറുണ്ട്, പോവാല്ലേ? ഓക്കെ, അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകളാണ്. Guys, അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ നിർത്തിയിട്ടുണ്ട് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി. ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോയി അതിനെ അവിടെ കയറിയിട്ട് കഴിക്കാമെന്നുള്ള പരിപാടി. കഴിക്കാൻ പറ്റുമോ ഇല്ലെന്നൊന്നും അറിയാൻ വയ്യ. ഇവിടെയാണ് നമ്മൾ നിർത്തിയത്. ഇനി 22 കിലോമീറ്റർ ഉണ്ട് റോസ്മല കറക്റ്റ്. ഇവിടെയാണ് നമ്മൾ കറക്റ്റ് കിട്ടിയത്. ആ റൂട്ടാണ് നമ്മൾ വന്നത്. നമുക്കിനി പോകാനുള്ളത് നേരെ ഈ റൂട്ടാണ് പോകാനുള്ളത്. ഇവിടെയാണ് നേരെ തെന്മല. ഇത് നിൽക്കുന്ന സ്ഥലമാണ് തെന്മല, പോകാനുള്ളത് റോസ്മല. ആ റൂട്ടാണ് റോസ്മല പോകാനുള്ളത്. ഫുഡ് വാങ്ങിയ കട ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് കട, ഒരു കൊച്ചു കട. ഇവിടെ നിന്നാണ് വാങ്ങിക്കണം. ബെറോട്ട വാങ്ങിച്ചിട്ടുണ്ട്, ബെറോട്ട മുട്ടക്കറി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ വാങ്ങിച്ചിട്ട് അവിടെ കൊണ്ടുവച്ച് കഴിക്കാനാണ് പരിപാടി. എന്തായാലും കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഗൈസ്, വരുന്ന വഴിക്ക് നമ്മളിവിടെ റെയിൽവേ പാളം കണ്ട് നമ്മളിവിടെ നിർത്തിയത് കാണാൻ വേണ്ടി. കയറാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് നമ്മളിവിടെ ഇറങ്ങിയത്. എന്തായാലും ഇപ്പോൾ ഇറങ്ങിയപ്പോൾ ഇവിടെ നല്ല ഭംഗിയുണ്ട് സ്ഥലങ്ങൾ. ഇതാണ് ആ റെയിൽവേ പാളം. കയറാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, കയറാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഗൈസ്, ഇതിൻ്റെ മണ്ടയിൽ കയറാൻ പറ്റുമെന്ന് നമ്മൾ നോക്കിയിരുന്നു. പണ്ടൊരു പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ട്. ഇവിടെയൊക്കെ അടച്ചു വെച്ചിരിക്കണം. അപ്പുറത്തെ സൈഡ് ഇവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. കയറാൻ പറ്റും എന്ന് തോന്നുന്നില്ല. ഐസ്, കയറാൻ പറ്റിയില്ലെങ്കിൽ അത് ഒരു വിഷമമായിരിക്കും. കയറാൻ പറ്റുമെന്ന് നോക്കണമല്ലോ. നോക്കാമല്ലേ? നല്ല കിതപ്പുണ്ട് നടന്നപ്പോൾ. നല്ലതാണ്. വെയിൽ ഒരു രക്ഷയില്ലാത്ത വെയിലത്തൊക്കെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് എവിടെയെങ്കിലൊക്കെ നിർത്തി വെള്ളമൊക്കെ കുടിച്ച് പതിയൊക്കെ പോവും. നമ്മൾ കയറി. ട്രെയിൻ വരുന്നുണ്ട് വഴി, അതറിയാൻ വയ്യ. ലൈറ്റായിട്ട് നമ്മൾ കയറി. ടണൽ ചെയ്തിരിക്കണമെങ്കിൽ കാറ്റുണ്ട്. പ്രാവ് പാറ ഫുള്ള് പൊട്ടിച്ച് തുരങ്കാക്കി റെയിൽവേ പാളം. നൈസല്ലേ? എന്ത് കഷ്ടപ്പാടാണ്. എവിടെയൊക്കെ ചോർന്നു വെള്ളം ലീക്കാവും. കാണുന്നുണ്ടോ? ഇത്ര നേരം വെയിൽ കൊണ്ടിട്ട് ഇവിടെ നിന്നപ്പോൾ നല്ലൊരു ആശ്വാസം. ഇതേപോലെ അവിടെ ഒരു ടണൽ നമുക്ക്
അതുവരെ നടക്കാൻ വയ്യപ്പോൾ തന്നെ നല്ല കിടപ്പ്. ഇതിപ്പോൾ നമ്മൾ റോസ്മല റൂട്ട് കയറിയിട്ടുണ്ട്. ഞാൻ ഫ്രണ്ടിൽ ക്യാമറ ഓണാക്കി വഴി കാണിച്ചു തരാം. ഇതൊരു ചെക്ക് പോസ്റ്റാണ് കേട്ടോ. ഇതാണ് റോഡ്. ഇത് പോകെ ചിലപ്പോൾ കട്ടറായിരിക്കും. ഞാൻ വന്നപ്പോൾ ഓഫ് റോഡായിരുന്നു. ഇതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മൾ വന്ന സമയം അത്ര കറക്റ്റ് അല്ല. വേനലായതുകൊണ്ടൊന്നും തോന്നുന്നു വെള്ളമൊന്നും ഒട്ടുമില്ല അവർക്ക്. അപ്പോൾ നമ്മൾ ആ കയറിയ സ്ഥലത്തൊക്കെ സാധാരണ അന്ന് ഞാൻ വന്നപ്പോൾ നല്ല വെള്ളങ്ങളൊന്നും ഉണ്ടായിരുന്നു. വേനലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. വെള്ളമൊന്നുമില്ല. മരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഉണങ്ങി ഇടക്കിടയ്ക്ക് മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ പച്ചപ്പ്. എന്തായാലും നല്ല ചൂടുണ്ട്. വെയിലൊരു രക്ഷയില്ല. അമ്മ അതിൽ ഓഫ് റോഡ് തന്നെയാണ്. എന്നാലും ചെറിയ ഓഫ് റോഡ് നോക്കാൻ ഓരോ വീട്ടിലും ഓരോ ഓഫ് റോഡ് ജീപ്പ് വേണം, എന്നാലും ഇവിടെ വരാൻ പറ്റും. അത്രയ്ക്ക് കട്ടറും പൂക്ക ഇവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടറുണ്ട്. ചുമ്മാ അറിയാൻ വരാം. ബൈക്കുള്ളവർക്കൊക്കെ വണ്ടി കൊണ്ടൊക്കെ വരാം. ഇവിടെയെങ്കിലും വലിയ കുഴപ്പമില്ല. ടാറൊക്കെ ഉണ്ട്. നമുക്ക് ബാക്ക് വശം കാണുമ്പോൾ തന്നെ ബാക്ക് വശം കാണുമ്പോൾ ഞാൻ പറയാൻ വന്നത് മെയിൻ റോഡിൽ നിന്ന് കറക്റ്റ് ഒരു 9-10 കിലോമീറ്ററാണ് റോസ്മല പോയിന്റ് വരെ. കറക്റ്റ് ഒരു 10 കിലോമീറ്റർ വരും. അത്ര അതിനകത്ത് വരത്തുള്ളൂ. എന്നാലും ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, നമ്മൾ കണ്ടിട്ട് പോകാം. ബ്യൂട്ടിഫുൾ ഡേ. ഡേ കൊള്ളാം. നമ്മൾ വന്ന സമയം അത്ര കറക്റ്റല്ല. മുള ഇതെന്തായാലും നല്ല അടിപൊളി. ഇങ്ങനെ കാണാൻ നല്ല അടിപൊളി. മുള ചാഞ്ഞ് കിടക്കുന്നത് എന്താ ലുക്ക്. മുളങ്കാടുകളിലൂടെ യാത്ര വല്ലാത്തൊരു എക്സ്പീരിയൻസ്. ഇതെന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത വഴി. ഇവിടെയൊന്നും സാധാരണ അങ്ങനെ ഞാനെല്ലാവരും വെള്ളം കുറഞ്ഞ എനിക്ക് തോന്നുന്നില്ല. കുറേ കാട്, തെന്മല ഡാമടുത്ത് എന്നിട്ട് ഭയങ്കര വേനലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരേണ്ട കാര്യമില്ല. വെള്ളമൊന്നും പറ്റത്തില്ല ഇവിടെ. ആയി വീണ്ടും പോകാം. മത്തനഗുടി വഴി ഊട്ടിയിലേക്കല്ല, തെന്മല വഴി റോസ്മലയ്ക്കുള്ള യാത്ര. അത് കേട്ടോ. ഇവിടേക്ക് പോകണം കേട്ടോ. ഇവിടെ നമ്മൾ വന്നപ്പോൾ അന്ന് വന്നപ്പോൾ ഓഫ് റോഡായിരുന്നു. ഇവിടേക്ക് ഇപ്പം ഫുള്ള് നല്ല ഒത്തിരി ഓഫർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇറങ്ങി ചെറുപ്പം ഇറങ്ങുമ്പോൾ റോഡിൻ്റെ കടുക്കൂടെ ഇങ്ങനെ വെള്ളം പോകരുത്. ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ഒരു അടിപൊളി സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ വെള്ളം കാണുമെന്ന് അറിഞ്ഞൂടാ. ഉണ്ടെങ്കിൽ അത് കാണാൻ നല്ല ഭംഗിയാണ്. എന്തായാലും നോക്കാം. കുറേ വർഷമായി നമ്മൾ വന്നിട്ട്. അന്ന് വന്നപ്പോൾ ഇതേപോലെ പോകട്ടെന്ന് പറയാം. പക്ക ഓഫ് റോഡ്. ഇപ്പം സാധാ ആക്റ്റീവ് കൊണ്ടുവരാനൊക്കെ ഉള്ളൂ. ഓഫ് റോഡ് പോരുന്നില്ല. അതും ഓടിക്കറിയാവുന്നവർ നന്നായിട്ട് പോകും. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കോൺക്രീറ്റൊക്കെ ചെയ്ത് നോക്കി അടിപൊളിയായിട്ട് കിടന്നു. കേരളത്തിൽ മാത്രം കുറച്ച് സീനേ ഉള്ളൂ. വേറെ വന്ന വഴിക്ക് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. മുമ്പ് ഇവിടെ കുത്തൊഴുകിക്കൊണ്ടിരുന്നായിരുന്നു വെള്ളം. പക്ഷേ നോക്കി ഒട്ടും വെള്ളമില്ല ഇപ്പം. അയ്യോ, വളരെ ദയനീയമായ അവസ്ഥയാണല്ലോ. എന്തായാലും ഇത്രയെങ്കിലും വെള്ളം ഉണ്ടല്ലോ, അത് തന്നെ കാണാൻ പറ്റിയത് വളരെ സന്തോഷം. മറ്റേ ഇതിലേക്കൂടെ നല്ല വെള്ളം പോയിക്കൊണ്ടിരുന്നു. എന്തായാലും കുറച്ച് നേരം ഇറങ്ങി കാലൊക്കെ ഒന്ന് കഴുകാം.
ആഹാ എന്താ തണുപ്പ്. ഇവിടെയൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു, ഒട്ടും വെള്ളമില്ല. ആ മീൻ നോക്കി. ആ നല്ല തണുപ്പ്, ഒരു രക്ഷയില്ല. വാവ് ഇടില്ല തണുപ്പ്. കുളിക്കാൻ തോന്നണം ഇറങ്ങി, അത്രയ്ക്ക് തണുപ്പ്. പക്ഷേ എനിക്കെന്തോ ഭയങ്കര വിഷമം. പണ്ട് വന്നപ്പോൾ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഈ റോഡിൽ ഇങ്ങനെ മണ്ടയിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിങ്ങനെ ഇങ്ങനെ 4 സൈഡിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചെതറി ഇങ്ങനെ തെറിക്ക് വരുന്നു. വേനലായോണ്ടായിരിക്കും അല്ലേ. അതുമല്ല ഇപ്പം ടാറൊക്കെ ചെയ്ത് അങ്ങ് നിരപ്പായി കിടക്കുന്നു. എന്തായാലും നല്ല ഭംഗിയുണ്ട്. കുറച്ചെങ്കിലും വെള്ളം കണ്ടല്ലോ, അതിൻ്റെ സന്തോഷം ഞാൻ അറുമ്പാദിച്ച് തീർക്കുകയാണ് ഗൈസ്. നൈസ്. ഇവിടെ ആരെയൊക്കെ കുളിയും തുണിയൊക്കെ കൊണ്ടുവന്നു തോന്നുന്നു. കല്ലിലൊക്കെ സോപ്പൊക്കെ പറ്റി വെച്ചു. നൈസ്. വെള്ളം നല്ല കണ്ണീര് പോലെ കിടക്കുന്നു. നോക്കിയേ, കല്ലൊക്കെ കിട്ടില്ലായിട്ട് കാണാം നിങ്ങൾക്ക്. എൻ്റെ കാല് നോക്കിയേ, നല്ല അത്രയ്ക്ക് കണ്ണീര് പോലെ കിടക്കുന്നു. അതാ ഈ വണ്ടി വരുന്നത്. നിങ്ങൾക്ക് വെള്ളം അടിച്ച് തെറിപ്പിക്കോ ഇല്ല നമുക്ക് കാണാം. ഒരു സ്ലോ മോഷൻ, സ്ലോയിലാണ് പോയത്. അതുമല്ല വെള്ളം ഇത്ര ഉള്ളത് എങ്ങനെ അടിച്ചു തെറിപ്പിക്കാൻ? എനിക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ എനിക്കാണെങ്കിൽ വിഷമം തോന്നും. ഇതല്ല ഞാൻ കണ്ട റോസ്മല ഗൈസ്. ഞാൻ കണ്ട റോസ്മല ഇങ്ങനെ അല്ല ഗൈസ്. ഇറങ്ങടാ, ചുവക്കൂരി വെച്ചിട്ട് ഇറങ്ങ്. അല്ല നമ്മളിങ്ങനെ വരുമ്പോൾ നമ്മൾ കെട്ടേരിപ്പൊക്കെ ഇട്ടിട്ട് വരണം. കണ്ട ഗൈസ്, കെട്ടേരിപ്പൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ നമുക്ക് ഈ കെട്ടേരിപ്പിട്ട് ഇറങ്ങാം. ഷൂ ആണെങ്കിൽ അതേപോലെ ഷൂ ഒക്കെ ഊരി അവിടെ കരയിൽ വെച്ചിട്ട് ഇറങ്ങേണ്ടി വരും. നല്ല കാറ്റ്. നൈസ്. നമുക്കിനി ഇങ്ങനെ നടന്ന് അപ്പുറത്തൂടെ പോയി നോക്കാം. അല്ല ഗൈസ്, നമ്മളിങ്ങനെ ആ ടാർട്ട റോഡ് കയറി തീരുമ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, വണ്ടി നമ്പർ പറഞ്ഞു കൊടുക്കേണ്ടി വരും. തിരിച്ചു വരുമ്പോൾ എനിക്ക് തോന്നുന്നു നോട്ട് ചെയ്യാനാണെന്നാണ് തോന്നുന്നത്. പോയവർ തിരിച്ചു വരുന്നതിൽ നോട്ട് ചെയ്യാൻ വേണ്ടി ആയിരിക്കും. വണ്ടി നമ്പരും എവിടെ നിന്നാണ് വരുന്നതെന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ. അത് കഴിഞ്ഞിട്ട് എൻ്റെ മോനെ ഫുള്ള് പിന്നെ ഓഫ് റോഡാണ്. എന്താ ഇങ്ങോട്ട് നല്ല പച്ചപ്പുണ്ട് മരങ്ങൾക്കൊക്കെ. ഇവിടെ നല്ല തണലുമുണ്ട്, നല്ല തണുപ്പുണ്ട്. നൈസ് ആംബിയൻസ്, അടിപൊളി. നൈസ് അടിപൊളി ഗൈസ്. അപ്പം അങ്ങനെ നമ്മൾ റോസ്മല വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് വില എത്രയെന്ന് അറിഞ്ഞൂടെ, എന്തായാലും ടിക്കറ്റ് എടുക്കാൻ പോണതേ ഉള്ളൂ. ഇവിടെ നോക്കി എന്ത് ഭംഗി, ഭയങ്കര കാറ്റ് കേട്ടോ, നല്ല കാറ്റ് ഗൈസ്. അപ്പം ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് വന്നിട്ട് ഒരാൾക്ക് 50 രൂപയാണ്, 2 പേർക്ക് കൂടെ 100 രൂപ. അപ്പം ടിക്കറ്റ് എടുത്ത് അപ്പം ഇനി ഇവിടെ നിന്ന് ഒരു 100 മീറ്റർ ഉണ്ട് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി. അപ്പോൾ നടന്ന് കുറച്ച് നടക്കാറുണ്ട്, 100 മീറ്റർ. അത് നടന്ന് എന്തായാലും മുകളിൽ കയറിയിട്ട് വ്യൂ പോയിന്റ് കാണാം. ഇതാണ് ആ വഴി, വ്യൂ പോയിന്റിലേക്കുള്ള വഴി. കല്ലുകളും മുള്ളുകളും നിറഞ്ഞ വഴികളാണിത്. പക്ഷേ നല്ല രസമുണ്ട്, നൈസ് ആംബിയൻസ്. നടക്കാനാണ് വയ്യാത്തത്.
തണുപ്പുണ്ടെങ്കിലും കാറ്റുണ്ടെങ്കിലും ഒരു തുള്ളി നടക്കാൻ വയ്യ. കിതപ്പ്. കുറേ ഉണ്ടെന്ന് തോന്നുന്നു നടക്കാൻ. ഒരു 100 മീറ്റർ എന്നൊക്കെയാണ് പറഞ്ഞത്. 100 മീറ്ററിൽ കൂടുതലുണ്ടെന്നാണ് തോന്നുന്നു. 100 മീറ്റർ എന്നാണ് പറഞ്ഞത്. ആ ചേച്ചി പറഞ്ഞു 100 മീറ്റർ. നല്ല കിതപ്പ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഈ പാറ വഴിയൊക്കെ ഇങ്ങനെ നടന്ന് മുകളിൽ കയറി പോവുക. അതൊരു എക്സ്പീരിയൻസ് അല്ലേ? എക്സ്പീരിയൻസ്. ഗൈസ്, ഇവിടെ നിന്ന് നോക്കി ഡാമിൻ്റെ കുറച്ച് ഭാഗം കാണാം നമുക്ക്. ഡാമല്ല, ഡാമിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ കുറച്ച് ഭാഗം കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? വെയിൽ കൊള്ളാൻ വയ്യ ഗൈസ്. എനിക്ക് ഞാൻ പെട്ടെന്ന് തളർന്നു പോകുന്നു. കിതക്കണം എനിക്ക്. ഈ പോയിക്ക് ഗൈസ്, എന്ത് പോയത് കൊള്ളാം. ഇനിയും നമുക്ക് നടക്കാണ്ട് നടന്ന് നമുക്ക് മേളിൽ കയറി പോയിട്ട് വ്യൂ പോയിന്റ് കാണാം ഗൈസ്. നിനക്ക് ഇത്രയും ദൂരം നമ്മൾ വന്നതിൽ നമ്മൾ മുന്നേ വന്നിട്ടുണ്ട് റോസ്മല. ഇപ്പോഴും 2ാമത്തെ പ്രാവശ്യം വീണ്ടും വന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വന്നത് അപ്പോഴും വന്നത് തമ്മിൽ ഏതാണ് നിനക്ക് കൂടുതൽ ഇഷ്ടം? എന്താണ് ഇവിടെ വന്ന മാറ്റം? ഇതൊക്കെ ഒന്ന് പറ. മുന്നേ വന്നതായിരുന്നു ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ മുന്നേ കംപ്ലീറ്റ് ഓഫ് റോഡായിരുന്നു, ത്രില്ലുണ്ടായിരുന്നു വരെ. ഓഫ് റോഡില്ല, ഇപ്പോൾ കൂടുതൽ കോൺക്രീറ്റ് ഇട്ട റോഡായിരുന്നു. അതൊക്കെ പറ. അന്നത്തെ പോലെ ഒരു വലിയ മരങ്ങളും ഒന്നും ഇപ്പം ഇല്ല, എല്ലാം കരിഞ്ഞുണങ്ങിപ്പോയി. അത് വേനലല്ലേ, കരിഞ്ഞുണങ്ങും ഗൈസ്. വയ്യ, കിതക്കിന് കുറച്ചുകൂടെ നടന്നപ്പോൾ ചേച്ചി പറ്റിച്ചാണെന്ന് തോന്നുന്നു 100 മീറ്റർ എന്ന് പറഞ്ഞിട്ട്. അയ്യോ, അതിന് തേരി നടന്ന് നമ്മൾ തളർന്നു പോയതാണോ എന്ന് പറയാൻ വയ്യ. എന്തായാലും ഇനി ഇവിടെ നിന്ന് കുറച്ച് പോകാണ്ട്. നമ്മൾ തളർന്ന കാരണം നമ്മൾ ഇവിടെ ഒരു തണലത്തിരിക്കുകയാണേ. കുറച്ച് ദൂരം പോകാണ്ട് വ്യൂ പോയിന്റ് കാണാൻ. ഗൈസ്, നമ്മൾ ഫൈനലി വ്യൂ പോയിന്റിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. പരപ്പാറ വ്യൂ പോയിന്റ്, റോസ്മൽ വ്യൂ പോയിന്റ് കാണാൻ ഇതുവഴി നടന്ന് മുകളിൽ കയറുക. അപ്പോൾ വ്യൂ പോയിന്റ് കാണുന്നതായിരിക്കും. നടന്നെന്തായാലും നമുക്ക് മുകളിൽ കയറാം ഗൈസ്. ഫൈനലി നമ്മൾ വ്യൂ പോയിന്റ് കാണാൻ വന്നു. ഇതാണ് ആ വ്യൂ പോയിന്റ്. നൈസ് അല്ലേ? നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം ഗൈസ്. ആ കാണുന്ന ഐലൻഡ് ഉണ്ടോ? ലവിൻ്റെ മോഡലില് ഐലൻഡ്. ഇവിടെ എത്രയൊക്കെ ഉള്ളു സത്യം പറഞ്ഞാൽ കാണാൻ. ഈ ഒരു ഇത് കാണാൻ വേണ്ടിയാണ് നമ്മൾ 92 കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ വന്നത് ഗൈസ്. നൈസ് അല്ലേ? നൈസ് ആംബിയൻസ് ഗൈസ്. ആയിരിക്കും സാധനം എന്താന്ന് നോക്കിയേ. കൂടാണ് കേട്ടോ. അതിൻ്റെ പേരെന്തോ അതിൻ്റെ? അത് മറ്റേ എലിയാണോ? അത് പോയി. വിശന്നിട്ട് കണ്ണ് കാണാൻ പോയാ. ഇനിയിപ്പോൾ എന്തായാലും കഴിച്ചാലേ പറ്റും. വാങ്ങിച്ച ഫുഡ് എന്തായാലും കയ്യിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കഴിക്കണം. കഴിക്കാൻ പോകുന്ന സ്ഥലം ഞാൻ എന്തായാലും കാണിച്ചു തരാം. നമ്മൾ ഏകദേശം ഈ ഭാഗത്തായിട്ടാണ്, ഏകദേശം ഇവിടെ ഇരുന്നായിട്ടാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും കഴിക്കാം. നല്ല വിശപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇതാണ് സ്ഥലം. വല്ലപ്പോഴൊക്കെ ഇതേപോലെയൊക്കെ ഒന്ന് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കണം. അതൊക്കെ ഒരു രസമല്ലേ അല്ലേ? നല്ല ആംബിയൻസ്. ഫുഡൊക്കെ കഴിച്ചിട്ട്
കാണാപ്പിൾ. ഫിറോസൊക്കെ മനസ്സ് ധാനിച്ചുകൊണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തീർന്ന്. അപ്പോൾ വേസ്റ്റ് നമ്മൾ എന്തായാലും കവറിലാക്കി വെച്ചിട്ടുണ്ട്, കൊണ്ടുപോവുകയാണ്. ഇത് പിന്നെ നമ്മളിട്ട കുപ്പിയല്ല, എന്തായാലും ആ കുപ്പിയും നമ്മൾ എന്തായാലും എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് വേസ്റ്റ് ഒന്നും ഇടുന്നില്ല, നേരെ എല്ലാം വീട്ടിൽ കൊണ്ടുപോവുകയാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.